വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 9 വാക്യങ്ങൾ 17 മുതൽ 23 വരെ അന്ധനെ സുഖപ്പെടുത്തുന്നു. അപ്പോൾ ആ അന്ധനോട് വീണ്ടും അവർ ചോദിച്ചു, അവൻ നിന്റെ കണ്ണുകൾ തുറന്നല്ലോ, അവനെ പറ്റി നീ എന്തു പറയുന്നു? അവൻ പറഞ്ഞു, അവൻ ഒരു പ്രവാചകനാണ്. അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചവന്റെ മാതാപിതാക്കന്മാരെ വിളിച്ചു ചോദിക്കുമ്പോഴും യഹൂദർ വിശ്വസിച്ചില്ല. അവർ ചോദിച്ചു, അന്ധനായി ജനിച്ചുവെന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ? ആണെങ്കിൽ എങ്ങനെയാണ് അവൻ ഇപ്പോൾ കാണുന്നത്? അവന്റെ മാതാപിതാക്കന്മാർ പറഞ്ഞു, അവൻ ഞങ്ങളുടെ മകനാണെന്നും അവൻ അന്ധനായി ജനിച്ചുവെന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നുവെന്നും അവന്റെ കണ്ണുകൾ ആര് തുറന്നുവെന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അത് അവനോട് തന്നെ ചോദിക്കുമേ. അവന് പ്രായമായല്ലോ, തന്നെ കുറിച്ച് അവൻ തന്നെ പറയും. അവന്റെ മാതാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ്. കാരണം യേശുവിനെ ക്രിസ്തുവെന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദർ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് അവന്റെ മാതാപിതാക്കന്മാർ അവന് പ്രായമായല്ലോ, അവനോട് തന്നെ ചോദിക്കുവൻ എന്ന് പറഞ്ഞത്. സഹോദരരെ, വിശുദ്ധ യൂദാസ് എഴുതിയ ലേഖനം വാക്യങ്ങൾ 5 മുതൽ 7 വരെ. വ്യാജോപദേഷ്ടാക്കൾ. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ല പോലെ അറിയാമെങ്കിലും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈജിപ്ത് ദേശത്ത് നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച കർത്താവ് വിശ്വസിക്കാതിരുന്നവരെ പിന്നീട് നശിപ്പിച്ചു. സ്വന്തം നിലമറന്ന് തങ്ങളുടേതായ വാസസ്ഥാനം ഉപേക്ഷിച്ചു കളഞ്ഞ ദൂതന്മാരെ മഹാദിനത്തിലെ വിധി വരെ അവിടുന്ന് അന്ധകാരത്തിൽ നിത്യബന്ധനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് ഓർക്കുക. അതുപോലെ തന്നെ സോദോമിനെയും ഗൊമോറയെയും അവയെ അനുകരിച്ച് ഭോഗാസക്തിയിലും വ്യഭിചാരത്തിലും ഒഴുകിയ ചുറ്റുമുള്ള പട്ടണങ്ങളെയും നിത്യാഗ്നിയുടെ ശിക്ഷയ്ക്ക് വിധേയമാക്കി അവിടുന്ന് എല്ലാവർക്കും ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നു.